ഖജനാവ് നിറക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 5 പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് പിണറായി വിജയൻ 10 വർഷക്കാലം ഭരിച്ച ഒരു സംസ്ഥാനത്ത് ഖജനാവ് കൊള്ളയടിക്കപ്പെട്ട നിലയിലാണ് കാണപ്പെട്ടത്. എല്ലാം കൈയിട്ട് വാരി ദൂർത്തടിച്ച് ജനങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ എത്തിക്കുന്ന സപ്ലൈകോയിൽ പോലും ആയിരക്കണക്കിന് കോടി രൂപയുടെ കടം ബാക്കി വെച്ച് പിണറായി ഇറങ്ങിപ്പോയപ്പോൾ ഇതിനെ രക്ഷിക്കാൻ പുതിയ സർക്കാർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ വിഷമം തോന്നുകയാണ്. നമുക്കറിയാം 1957 അധികാരത്തിൽ വന്ന EMS നമ്പൂതിരിപ്പാട് മുതൽ 2016 പടിയിറങ്ങിപ്പോയ ഉമ്മൻചാണ്ടി സർക്കാർ വരെ ഭരിച്ച സമയത്ത്, അതായത് 60 വർഷം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടം എന്ന് പറയുന്നത് 3,15,000 കോടി രൂപയാണ്. എങ്കിൽ പിണറായി വിജയൻ ഭരിച്ച വെറും 10 വർഷക്കാലം കൊണ്ട് ആ കടം 6 ലക്ഷം കോടി രൂപയ്ക്കടുത്ത് എത്തി നിൽക്കുന്നു. വെറും 10 വർഷം കൊണ്ട് മാത്രം 2.5 ലക്ഷം കോടി രൂപ പൊതുകടം കൂടുതൽ വരുത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നും കാണാനുമില്ല. കേരയിൽ എന്ന് പറഞ്ഞ് 10 വർഷം നടന്നതല്ലാതെ അതിൻ്റെ മഞ്ഞക്കുറ്റി പോലും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഈ പണം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അത് അപഹരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൂർത്തടിച്ചു കളഞ്ഞു എന്നാണ് അർത്ഥം. അതിൻ്റെ അന്വേഷണങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു, ആളുകളെ പിടികൂടുകയും ചെയ്യുന്നു. അത് മറ്റൊരു സത്യം. പക്ഷേ അടിയന്തരമായി നമുക്ക് ഈ സംസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ വേണ്ടിവരും. അതിനാണ് മുഖ്യമന്ത്രി സതീശൻ ആദ്യമായി ഊന്നൽ നൽകിയത്. അതുപ്രകാരം പ്രധാനപ്പെട്ട 5 പരിഷ്കാരങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്തി അതിനെ തിരിച്ചു കൊണ്ടുവരാനുമാണ് പൊതുഭരണ വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അസറ്റ് മാനേജ്മെൻറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതുപോലെ പ്ലാൻ സ്പേസ് 2.0 ആണ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകൾ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പെഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് പോർട്ടൽ രൂപീകരിക്കുകയാണ്. പ്ലാൻ സ്പേസ് 2.0 എന്ന പ്രൊജക്റ്റ് രജിസ്റ്ററും രൂപീകരിക്കും. വകുപ്പുകൾ അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികളും ജിയോ ടാഗ് ചെയ്യും. GIS അധിഷ്ഠിത പ്രൊജക്റ്റ് രജിസ്റ്റർ ഉണ്ടാകും. നിലവിൽ 2000ഓളം പദ്ധതികളുടെ ജിയോ മാപ്പിങ്ങിലൂടെയുള്ള ട്രാക്കിങ്ങും നടത്തും. അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളുടെ അസറ്റ് രജിസ്റ്റർ, അതായത് 591 ഭരണനിർവഹണ സ്ഥാപനങ്ങളിൽ സമഗ്ര പരിശോധന, ഒരേ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകീകരിക്കൽ, കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ അവലോകനവും ഭേദഗതിയുമൊക്കെ നടപ്പിലാക്കും. ഇതുമൂലം വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. ഇതൊഴിവാക്കാനുള്ള സമഗ്രമായ പരിപാടിയാണ് ഇത്. അതുപോലെ തന്നെ മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പരിഷ്കരണവും നടപ്പിലാക്കും. ബിസിനസ് നടത്താൻ കേരള സർക്കാരുമായി നടത്തുന്ന ഇടപെടലുകൾ ലളിതമാക്കാൻ, നിയമങ്ങളും ചട്ടങ്ങളും ആധുനികവൽക്കരിക്കാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പദ്ധതിയും നടപ്പിലാക്കും. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുകയാണ് ഇതിൽ അവസാനത്തേത്. അങ്ങനെ പിണറായി വിജയൻ്റെ ധൂർത്ത് ഭരണത്തിനിടയിൽ ഓട്ട വീണിരിക്കുന്ന ഖജനാവിൻ്റെ ഓട്ടയടച്ച് ഒരു പുതിയ സ്വയം പര്യാപ്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിന് സതീശൻ സർക്കാർ നടത്തുന്ന പുത്തൻ കുതിപ്പാണ് ഈ 5 പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. അത് വിവരമുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. ഇനി അതിനെതിരെയും ചിലപ്പോൾ സമരങ്ങൾ പ്രതീക്ഷിക്കാം.